നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഗ്ലാക്സൺ അലക്സ്. ഞാൻ ട്രിവാൻഡ്രത്തുള്ള റുമ കെയർ എന്ന റുമറ്റോളജി സ്ഥാപനത്തിൽ കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ലൂപ്പസ് എന്ന അസുഖത്തെക്കുറിച്ചാണ്. നിങ്ങളിൽ കുറച്ച് പേര് ഇത് കേട്ടിട്ടുണ്ടാവും, ചിലർക്ക് ഇത് ആദ്യമായി കേൾക്കുന്നതാവാം. സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമറ്റോസിസ് എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ചുരുക്കപ്പേരാണ് ലൂപ്പസ്. അപ്പോൾ എന്താണ് ഈ ലൂപ്പസ്? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ചെറിയ തകരാറ് പറ്റിയിട്ട് അത് നമ്മുടെ തന്നെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാസിസ്, അങ്ങനെ ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് ലൂപ്പസ്. അപ്പോൾ ഈ ലൂപ്പസ് എന്ന പേര് വന്നത് എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. ലൂപ്പസ് എന്ന് വെച്ചാൽ ചെന്നായി എന്നാണ് അർത്ഥം. അപ്പോൾ പണ്ട് വിചാരിച്ചിരുന്നത് ഈ ചെന്നായി നമ്മളെ അറ്റാക്ക് ചെയ്താൽ നമ്മുടെ ദേഹത്ത് പാടുകൾ, ചുമന്ന ചെന്നായി കടിച്ച പോലത്തുള്ള പാടുകൾ വരാം. അപ്പം ഈ ലൂപ്പസിലും അതുപോലെ ചെറിയ ചുമന്ന പുള്ളികൾ മുഖത്തായി കാണാറുണ്ട്. അപ്പം സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമറ്റോസിസ് എന്ന് പറഞ്ഞാൽ ചുമപ്പ്. അപ്പോൾ ചുമന്ന പാടുകൾ ചെന്നായി കടിച്ചതുപോലെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ലൂപ്പസ് എന്ന പേര് വിളിക്കുന്നത്. അപ്പോൾ ഇത് ആരെയാണ് ബാധിക്കുന്നത്? ഇത് അധികമായും സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. സ്ത്രീകളെ എന്ന് വെച്ചാൽ ഒരു 20 വയസ്സിനിടയിൽ 35 വയസ്സിനിടയിലുള്ള സ്ത്രീകളെയാണ് സർവ്വസാധാരണമായി ഇത് ബാധിക്കുന്നത്. അതിന് കാരണം കൂടുതൽ അവരുടെ ഹോർമോണൽ ചേഞ്ചസ്, ഈസ്ട്രജൻ മുതലായ ഹോർമോണും ചില ജനിതക കാരണങ്ങളുമുണ്ട്. ഈ അസുഖത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം? ഈ അസുഖം ഒരു ഗ്രേറ്റ് മാസ്കറേഡർ ആണെന്ന് പറയും. അതായത് എന്തിനേയും സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ്. ഈ അസുഖം മുടി മുതൽ നഖം വരെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ രോഗനിർണയം പലപ്പോഴും വളരെ കാലതാമസം എടുക്കാറുണ്ട്. ഉദാഹരണമായി ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ചിലവർക്കിത് വിട്ടുമാറാത്ത ക്ഷീണമായിട്ടായിരിക്കും വരുന്നത്. മിക്കവർക്കും ചെറിയ ആർത്രൈറ്റിസ് ആയിട്ട് ഈ ചെറിയ ജോയിൻസിലൊക്കെയുള്ള വേദന, ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് അങ്ങനെയായിട്ടായിരിക്കും. മറ്റു ചിലർക്ക് സ്കിൻ ഡിസീസ് ആയിട്ടായിരിക്കും. അപ്പോൾ മുഖത്ത് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള റാഷസ്, മാലാർ റാഷ് അഥവാ ബട്ടർഫ്ലൈ റാഷ് എന്നൊക്കെ പറയും. വായിൽ അടിക്കടിയുള്ള പുണ്ണ്, ചിലവർക്ക് വിട്ടുമാറാത്ത പനി, മുടി കൊഴിച്ചിൽ, ഭയങ്കരമായ മുടി കൊഴിച്ചിലായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ പ്രധാന അവയവങ്ങളെ ബാധിച്ച് ചിലപ്പോൾ സ്ട്രോക്ക് ആയിട്ടായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുന്നത്. മിക്കവരിലും ചിലപ്പോൾ കിഡ്നി ഇൻവോൾവ്മെൻറ്റ്, പ്രോട്ടീൻ ലീക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഞരമ്പുകളെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, ലങ്സിനെ, ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, അങ്ങനെ ഏത് അവയവത്തെ വേണമെങ്കിലും ബാധിക്കാം. ഈ കാരണങ്ങളാൽ ചിലപ്പോൾ ഇത് പലപ്പോഴും എത്തുന്നത് ഇപ്പോൾ സ്കിന്നിൻ്റെ പ്രോബ്ലം ആകുമ്പോൾ ഡെർമറ്റോളജി ഡോക്ടറെ അടുത്തായിരിക്കും, കിഡ്നി ആകുമ്പോൾ നെഫ്രോ ആയിരിക്കും. അപ്പോൾ പല സ്പെഷ്യാലിറ്റിയിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇതിൻ്റെ ശരിയായ രോഗനിർണയം പലപ്പോഴും വളരെ താമസത്തിലാണ് കണ്ടുവരാറുള്ളത്. എന്നാൽ ഇപ്പോൾ കുറച്ചും കൂടി അവയർനെസ് ഇതിന് ആളുകൾക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പലയിടത്തു നിന്നും നമുക്ക് നേരത്തെ റെഫറൻസ് കിട്ടുകയും ഇത് രോഗനിർണയം നടത്തി നമുക്ക് ചികിത്സ സ്റ്റാർട്ട് ചെയ്യാവുന്നതുമാണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ രോഗനിർണയമെന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുകയും മിക്ക രോഗികളിലും ESR വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇതിന് പ്രധാനമായി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ANA ടെസ്റ്റ്, ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് 95% ആളുകളിലും ഈ SLE ഉള്ളവർക്ക് ഇത് പോസിറ്റീവ് ആയിരിക്കും. പിന്നീട് അതിൻ്റെ ഫർദർ ടെസ്റ്റുകളായ dsDNA, കോംപ്ലിമെൻറ്റ്സ് എന്നൊക്കെ ചെയ്ത് നമുക്കത് കൺഫേം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ്, ഇത് ഈ ഞാൻ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളെ ബാധിച്ച് നമ്മുടെ ജീവിതം തന്നെ താറുമാറാക്കാൻ കെൽപ്പുള്ള അസുഖമാണ്. അത്ര നിസ്സാരക്കാരനായ അസുഖമല്ല. ഒരു 80കളുടെ തുടക്കത്തിലൊക്കെ ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അധിക കാലങ്ങൾ ഇവർ ജീവിക്കാറ് തന്നെ ഇല്ലായിരുന്നു. ഒരു 8-10 കൊല്ലത്തെ ഒരു സർവൈവലെ SLE കിഡ്നിയൊക്കെ ബാധിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് കാലം ഒരുപാട് മാറി, ഒരുപാട് ഡെവലപ്മെൻറ്റ് ഇമ്മ്യൂണോളജിയിലും ഈ അസുഖത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലും വന്നതിൽ ഉണ്ടായ വ്യതിയാനം കാരണം ഇഷ്ടംപോലെ മരുന്നുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങളും മരുന്നുകളും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഇനി എന്തൊക്കെ മരുന്നുകളാണ് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, അതായത് ആൻറ്റി മലേറിയൽ ഡ്രഗ് പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ്. ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. എല്ലാ SLE പേഷ്യൻസിനും ഇത് ഉപയോഗിക്കണം എന്നുള്ളത് വളരെ ആവശ്യമാണ്. കാരണം ഇത് ഉപയോഗിക്കുന്നവർക്ക് ഈ രോഗത്തിൻ്റെ കാഠിന്യം വളരെ കുറയുകയും മരുന്നുകൾ നിർത്താനും
ഉതകുന്നത് HCQs എന്നുള്ള മരുന്ന്, അത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കഴിക്കുന്നത് കൊണ്ടാണ്. ഇതിന് ചെറിയ സൈഡ് എഫക്റ്റൊക്കെ വരാം. ചിലപ്പോൾ ഒരു സ്കിൻ ടാനിങ്, മറ്റ് പ്രശ്നങ്ങളും കണ്ണിൽ ചെറിയ കറകളൊക്കെ വരുന്നത് ഭയങ്കര റെയറാണ് കമ്പയർഡ് ടു ദ ബെനിഫിറ്റ്. അതിനുള്ള ഗുണം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ മറ്റ് വാതരോഗങ്ങളിൽ ചിലപ്പോൾ നമുക്ക് HCQs നിർത്താം. ഇപ്പം സ്കിൻ ഡാർക്ക് ആവുന്ന ഡോക്ടറെ എന്ന് പറയുമ്പോൾ നമുക്ക് ആമവാതിലുമൊക്കെ വേണമെങ്കിൽ പകരം മരുന്ന് വെക്കാമെങ്കിലും SLEയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡ്രഗാണ്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കിഡ്നിയെയും ബ്രെയിനെയൊക്കെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈക്കോഫെൻലേറ്റ് മൊഫറ്റിൽ, ടാക്രോലിമസ്, അസാത്തിയോപ്രിൻ മുതലായ മരുന്നുകൾ വളരെ ഫലപ്രദമാണ് ഇതിന്. പിന്നെ ഉണ്ടായിരുന്നത് സൈക്ലോഫോസ്മൈഡ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനാണ് പണ്ട് വളരെ കൂടിയ അസുഖങ്ങൾക്ക് പണ്ട് കൊടുത്തിരുന്നത്. ഇപ്പോഴും അത് ഉപയോഗത്തിലുണ്ട്. അത് സിവിയർ ആയിട്ടുള്ള ഡിസീസിന് കൊടുക്കാവുന്നതാണ്. കുറച്ച് സൈഡ് എഫക്റ്റ് കൂടുതലാണ്, ഇമ്മ്യൂണോ സപ്രസീവ് എഫക്റ്റ് കൂടുതലാണ്. പക്ഷേ അതിനുശേഷം വന്ന റിതുക്സിമാബ് എന്ന് പറഞ്ഞ B-സെൽ ഡിപ്ലീഷൻ തെറാപ്പി മുതലായ മരുന്നുകൾ വളരെ ഫലപ്രദവും സൈഡ് എഫക്റ്റുകൾ വളരെ കുറഞ്ഞതുമാണ്. പിന്നെ വോക്ലോസ്പോറിൻ, ബെലിമുമാബ്, അങ്ങനെ ഒരുപാട് പേരുകൾ പറയാനുള്ള മരുന്നുകൾ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷയിലുണ്ട്. അപ്പോൾ SLEയുടെ ചികിത്സ ഇപ്പോൾ പഴയതുപോലെ അത്ര ഡിഫിക്കൽട്ടല്ല. നന്നായി ട്രീറ്റ് ചെയ്യുകയും രോഗിയെ പഴയ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവന്ന ഒരു സാധാരണ ജീവിതം കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള മരുന്നുകളും അതിൻ്റെ സംവിധാനങ്ങളും ഇന്ന് അവൈലബിൾ ആണ്.